ലോകം മുഴുവൻ നടക്കുന്ന വംശഹത്യയെക്കുറിച്ച് പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന പുരോഗമനവാദികളോട് ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്ന വംശഹത്യയെക്കുറിച്ച് നിങ്ങൾ അറിയുന്നുണ്ടോ? ഒരുപക്ഷം ന്യൂനപക്ഷരായിട്ടുള്ള ഹിന്ദു ജനങ്ങളെ ക്രൂരമായിട്ട് കൊന്നൊടുക്കുന്ന കാഴ്ച. അവിടെ വിധവയായ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്യുകയും മരത്തിൽ കെട്ടിയിട്ട് തലമുടി മുറിച്ച് കളയുകയും ചെയ്തു. മറ്റൊരു യുവാവിനെ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി. മറ്റൊരു യുവാവിനെ വെടിവെച്ച് കൊന്നു. ഒരു യുവാവിനെ പെട്രോൾ ഒഴിച്ച് ജീവനോടെ കത്തിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആ യുവാവ് മരണപ്പെട്ടു. വളരെ ക്രൂരമായിട്ടാണ് ദൈവത്തിന് വേണ്ടിയെന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും വളരെ ക്രൂരമാണ്. ഇതൊരു സമാധാനത്തിൻ്റെ പ്രശ്നമല്ല, ഒരു ജനതയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ജനിക്കാൻ കഴിഞ്ഞതിനും ഇന്ത്യയിൽ ജീവിക്കാൻ കഴിഞ്ഞതിനും നാം എല്ലാവരും അഭിമാനിക്കണം. ഇവിടെ ജാതി മത ചിന്തകൾക്ക് അതീതമാണ്. ഒരു പ്രശ്നം വന്നാൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമ്മുടെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പല ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ജാതി ചിന്തകളൊന്നും നോക്കാതെ എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തുന്നതും കൈപിടിച്ച് മുന്നോട്ട് ഉയർത്തിയെടുക്കുന്നതും. ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മുന്നേറ്റവും അതുപോലെ തന്നെ മഹത്വവും.